ഹലോ, നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി കടലക്കറി ഉണ്ടാക്കാം. ഇതിനായിട്ട് വെള്ളക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തലേ ദിവസം തന്നെ നന്നായിട്ടൊന്ന് പുതിർത്തിയെടുക്കണം. വെള്ളത്തിലിട്ടൊന്ന് പുതിർത്തിയെടുത്താൽ മതി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് ഇത് പാകമായിക്കോളും. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി, കിഴങ്ങ്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവയാണ്. ഇതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് അരിഞ്ഞ് റെഡിയാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകം എന്നിവയാണ്. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളി ചേർത്ത് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. വെള്ളപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, എന്തിൻ്റെ കൂടെയും ഇത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില കൂടി ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. കൈ വിടാതെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുകയാണ്. തക്കാളിയും പിന്നെ കിഴങ്ങും അതുപോലെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് കടലക്കറി തയ്യാറാക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മളിതിലേക്ക് പൊടികളായിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പൊടികളെല്ലാം കൂടെ ചേർക്കുകയാണ്. ഒരുമിച്ച് തന്നെ ചേർത്താൽ മതി. എല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കടല ചേർക്കാം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക്. ഈ കടല ചേർത്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട്, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് നമ്മൾ ചേർക്കുകയാണ്. ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് കുക്കറിലേക്ക് ഇത് ഇടാം. ഇതിട്ടതിന് ശേഷം ഞാൻ നേരത്തെ ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സെയിം ചട്ടി തന്നെ ഒന്ന് വെള്ളം ചുവറ്റി പറഞ്ഞിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. കടലൊക്കെ നന്നായിട്ട് വേവുന്ന ഒരു പാകത്തിൽ തന്നെ ഇത് വേവിച്ചാൽ മതി. കടലൊക്കെ വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം. പിന്നെ അതിനുശേഷം നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കുക.